ഹായ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് അത് സുന്ദരമാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ 24 മണിക്കൂർ ഒരു ദിവസം നാം 5 ഫേസിലൂടെ കടന്നു പോകുന്നു. 1 നമ്മുടെ സ്വന്തമായ പേഴ്സണൽ ലൈഫ്, 2 ഫാമിലി ലൈഫ്, 3 വർക്ക് ഫേസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ്, 4 സോഷ്യൽ ലൈഫ്, 5 ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ഡിജിറ്റൽ ലൈഫ്. ഇത് 5ഉം 5ആയി നിലനിൽക്കണം. പ്രത്യേകം കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യപ്പെടണം. ഒന്ന് മറ്റൊന്നിനകത്തേക്ക് കടന്നു വന്നുകൂടാ. പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങൾ ഒരിക്കലും പ്രൊഫഷണൽ ലൈഫിലേക്ക്, ഓഫീസിലേക്ക് വലിച്ചടിക്കരുത്. ഓഫീസിലെ പ്രശ്നങ്ങൾ ഒരിക്കലും പേഴ്സണൽ ലൈഫിലേക്കോ ഫാമിലി ലൈഫിലേക്കോ വലിച്ചടിക്കരുത്. വലിച്ചടച്ചാലോ അവിടെ അന്തഛിദ്രങ്ങളുണ്ടാവും, ബാലൻസ് തെറ്റും. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിയ വയനാട്ടിൽ നിന്നുള്ള ഒരു സിവിൽ സർവീസ് ഓഫീസർ ശ്രീ ധന്യ സുരേഷ്, അവർ ഇപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IG ആണ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IG-ആയ ശ്രീ ധന്യ സുരേഷ് അവരുടെ വിവാഹം നടത്തുവാൻ തീരുമാനിച്ചു. അതും വളരെ വ്യത്യസ്തമായ രീതിയിൽ വീട്ടിൽ വെച്ച് അവർ വിവാഹം വളരെ ലളിതമായി നടത്തുവാൻ തീരുമാനിച്ചു. എങ്ങനെയെന്നോ, അവർ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. വീട്ടിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യാം. നാം സാധാരണയായിട്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ 1000 രൂപ അധികമായി നൽകിയാൽ വിവാഹം വീട്ടിൽ വെച്ചും രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ട് ശ്രീ ധന്യ സുരേഷ്, നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് IG, അവർ തന്നെ ഇതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. സമൂഹത്തിന് ഒരു സന്ദേശം പ്രദാനം ചെയ്തുകൊണ്ട്. നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് അവർ അവരുടെ പ്രൊഫഷണൽ ലൈഫ് പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫുമായി കൂട്ടിച്ചേർത്തത്. എന്ന് മാത്രമല്ല, അവർ ഒരു സോഷ്യൽ ലൈഫ്, ഒരു സോഷ്യൽ സന്ദേശം, മെസ്സേജ് അവർ പ്രദാനം ചെയ്യുകയും ചെയ്തു. നോക്കൂ, വളരെ വ്യത്യസ്തമായിട്ടുണ്ട്, വളരെ സുന്ദരമായിട്ടുണ്ട്. സുന്ദരമായതെന്തും കലയാണല്ലോ. ഓക്കെ, നന്ദി.